ഹലോ, സൽഷാൻ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം നല്ല മഴയാണല്ലേ. ഈ മഴക്കാലത്ത് നല്ല ചൂട് ചായക്കൊപ്പം നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ചിപ്സ് കഴിക്കാൻ തോന്നിയാലോ. കടയിലൊന്നും പോവണ്ട കേട്ടോ, നമുക്ക് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. അതിനു മുമ്പ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതിന് വേണ്ടിയിട്ട് ഞാൻ 2 പഴമാണ് എടുത്തിട്ടുള്ളത്. പഴുത്ത പഴമല്ല കേട്ടോ, പച്ചപ്പഴം തന്നെയാണ് എടുത്തിട്ടുള്ളത്. പഴുക്കാത്ത പഴമാണ്, പക്ഷേ നല്ല മൂപ്പത്തിയ പഴമാണ് കേട്ടോ. പഴുക്കാൻ പാകമായിട്ടുള്ള പഴമാണ് എടുത്തിട്ടുള്ളത്. അതിന് മുൻപ് തൊലിയൊക്കെ കളയുന്നതിന് മുൻപ് നമുക്ക് കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ ആക്കിയിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് പഴത്തിൻ്റെ 2 അറ്റത്തുനിന്നും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് പഴത്തിൻ്റെ നടുവ് ഇങ്ങനെ ഒരു കീറിട്ട് കൊടുക്കുക. ഇതുപോലെ ഒരു വരയിട്ട് കൊടുത്തിട്ട് തൊലി ഇങ്ങനെ ഒന്ന് പൊളിച്ചെടുക്കുകയാണ് വേണ്ടത്. പെട്ടെന്ന് തന്നെ പൊളിച്ചെടുക്കാൻ പറ്റും. ഇതുപോലെ ഒന്ന് കീറിട്ട് കൊടുത്താൽ പെട്ടെന്ന് പൊളിച്ചെടുക്കാൻ പറ്റും. 2 പഴവും ഞാൻ ഇതുപോലെ തന്നെ തൊലി കളഞ്ഞ് എടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ മടിക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അപ്പോൾ 2 പഴത്തിൻ്റെ തൊലിയും ഞാൻ ഇതേപോലെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. നിങ്ങൾക്ക് കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ടും കട്ട് ചെയ്തെടുക്കാം. ഞാൻ കയ്യിൽ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാൻ കയ്യിൽ വെച്ചിട്ട് തന്നെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഈ ഒരു വലുപ്പത്തിലാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. കട്ടിംഗ് ബോർഡിൽ എളുപ്പത്തിൽ കട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയാണ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കാണിക്കുന്നത്. മുഴുവനായിട്ടും ഞാൻ ഇതേപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. 2 പഴവും ഇതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. 90% ആൾക്കാരും എൻ്റെ വീഡിയോ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഈ ഒരു വലിപ്പത്തിൽ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഇത് ഒന്ന് ഇട്ട് വെക്കാനായിട്ട് നമുക്ക് വെള്ളം തയ്യാറാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഏകദേശം ഇത്രയും ഉപ്പ് എടുത്തിട്ടുണ്ട്. ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 പഴത്തിന് വേണ്ടിയിട്ടുള്ള അളവാണ് കേട്ടോ കാണിക്കുന്നത്. ആദ്യമായിട്ടൊക്കെ ഉണ്ടാക്കുന്നവർക്ക് വേണ്ടിയിട്ടാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഒരുപാട് ഉണ്ടാക്കില്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കുറഞ്ഞ അളവിൽ കാണിക്കുന്നത്. ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് പഴം നമുക്ക് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഏകദേശം 10-15 മിനിറ്റോളം ഇങ്ങനെ വെച്ചിരുന്നാൽ മതിയാകും. ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഉപ്പൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ഇട്ട് വെക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് 10 മിനിറ്റ് ആകുമ്പോഴേക്ക് നമുക്ക് ഇത് ഉണ്ടാക്കാനായിട്ടുള്ള ചീനച്ചട്ടി ഒന്ന് അടുപ്പിൽ വെച്ച് ചൂടാക്കിയെടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ല പോലെ ചൂടായ ശേഷം വേണം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതൊന്ന് ചൂടായി വരുമ്പോഴേക്ക് നമ്മുടെ പഴം ഇപ്പുറത്തുനിന്ന് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊരു അപ്പക്കോരിയിലേക്ക് ഇങ്ങനെ മാറ്റിയിട്ട് ഇതുപോലെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. എണ്ണ നല്ല പോലെ ചൂടായിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് പഴം ഇട്ട് കൊടുക്കാം. പഴം ഇട്ട ഉടനെ ഇളക്കരുത് കേട്ടോ. ഈ നല്ല പോലെ പതഞ്ഞ് വരുന്ന എണ്ണ പതഞ്ഞ് വരുന്നത് നിങ്ങൾ കാണുന്നുണ്ടാകും. അപ്പോൾ ഈ പതഞ്ഞ് വരുന്ന ടൈമിൽ നിങ്ങൾ ഇളക്കി കൊടുക്കരുത്. ഈ പതയൊക്കെ ഒന്ന് കുറച്ച് കുറഞ്ഞ് വരും. ആ ടൈമിൽ വേണം നമ്മളൊന്ന് ഇത് ഇളക്കി കൊടുക്കാനായിട്ട്. ഇപ്പോൾ കുറഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമുക്ക് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി വേവിക്കാണ് കേട്ടോ വേണ്ടത്. ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. കുറച്ച് സമയമെടുക്കും ഇതൊന്ന് ഫ്രൈ ആയിട്ട് വരണമെങ്കിൽ. നമ്മൾ വിചാരിച്ച പോലെ പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടുമൊന്നുമില്ല. മീഡിയം ഫ്ലെയിമിൽ ഏകദേശം നല്ല ചൂടിൽ ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഫ്രൈ ചെയ്യുമ്പോൾ ഏകദേശം മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്തെടുക്കാനായിട്ട്. അപ്പം ഞാൻ നേരത്തെ പഴം ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ഉപ്പും മഞ്ഞളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്ന വെള്ളം ഉണ്ടല്ലോ, അതൊന്ന് ഒരു 2-3 സ്പൂണ് ഇതേപോലെ ഒന്ന് ഇങ്ങനെ തെളിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ പഴത്തിലേക്ക് ഏകദേശം പകുതി വേവാകുമ്പോഴാണ് ഞാനിതുപോലെ ഇങ്ങനെ തളിച്ച് കൊടുക്കുന്നത്. പഴം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് കോരി മാറ്റാം. ഞാനിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റുന്നുണ്ട്. ഇനി നമുക്ക് 2ാമത്തെ ബാച്ച് കൂടി ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. അതേപോലെ അപ്പക്കോരി കൊണ്ട് കോരിയെടുക്കുമ്പോൾ മുഴുവനായിട്ട് പഴം അതിലേക്ക് കിട്ടുകയും ചെയ്യും. എണ്ണയൊക്കെ നന്നായിട്ട് പോയി കിട്ടുകയും ചെയ്യും കേട്ടോ. ഇത്രയും നിങ്ങൾക്ക് ഫ്രൈ ആവണ്ടെന്നുണ്ടെങ്കിൽ ഇത്രയും കളർ മാറുന്നതിന് മുമ്പ് കോരി മാറ്റാം കേട്ടോ. ഇനി 2ാമത്തെ ബാച്ച് കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതേപോലെ തന്നെ നല്ല പതഞ്ഞ് വരുന്ന ടൈമിൽ ഇളക്കി കൊടുക്കാതെ കുറച്ച് പതഞ്ഞ് വരുന്ന അതൊക്കെ കുറഞ്ഞു കഴിഞ്ഞ ശേഷം ഞാൻ ഇതേപോലെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇതാ നേരത്തെ കോരി വെച്ച ചിപ്സാണ് കേട്ടോ ഇത്.
ഇതാ നല്ലപോലെ പൊട്ടുന്നത് കാണുന്നില്ലേ. കുറച്ചൊരു സമയം എടുക്കും ഇതൊന്ന് വെന്ത് വരാനായിട്ട്. വേറെ പ്രശ്നമൊന്നുമില്ല, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുക. നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി, കുട്ടികൾക്കൊക്കെ ഇഷ്ടമാണല്ലോ അല്ലേ ചിപ്സ് എന്ന് പറയുന്നത് തന്നെ. നമുക്ക് കുട്ടികൾക്ക് മാത്രമല്ല നമുക്കായാലും നല്ല ഇഷ്ടമുള്ള സാധനമാണ് ചിപ്സൊക്കെ അല്ലെ. മഴക്കാലത്തൊക്കെ ചൂട് കട്ടൻ ചായക്കൊപ്പം കഴിക്കാനും അല്ലെങ്കിൽ വെറുതെ ഇരിക്കുമ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് കഴിക്കാൻ തോന്നും. അപ്പോൾ കടയിലൊന്നും പോകേണ്ട, വീട്ടിൽ പഴമൊക്കെ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ ഇതുപോലെ ചെയ്തെടുത്താൽ മതി. പഴം എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, കറി ഉപയോഗിക്കുന്ന പഴം എടുക്കരുത് കേട്ടോ. നമ്മളപ്പോൾ അത് അത്ര മൂക്കാത്ത പഴമാണല്ലോ ഉണ്ടാവുക. നല്ല പാകമായിട്ടുള്ള പഴം വേണം എടുക്കാനായിട്ട്. രണ്ടാമത്തെ ബാച്ച് കൂടി ഞാനിതുപോലെ കോരി മാറ്റിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടാകും, കാണുന്നില്ലേ എത്രമാത്രം ക്രിസ്പിയാണെന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാകും. നിങ്ങൾക്ക് ഇത്രയും ഫ്രൈ ആവണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് മുന്നേ കോരിയെടുത്താൽ മതിയാകും. അപ്പോൾ നമ്മളെ ടേസ്റ്റി ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള വീട്ടിൽ തന്നെ തയ്യാറാക്കുന്ന നമ്മുടെ ഹോം മെയ്ഡ് ബനാന ചിപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്തേക്കണേ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.